കണ്ണൂർ രൂപത സ്ഥാപിതമായിട്ട് 25 വർഷങ്ങൾ പൂർത്തിയായതിന്റെ രജത ജൂബിലി പ്രാർത്ഥനാ നിർഭരമായി ആഘോഷിച്ച് രൂപത. 1998 നവംബർ 5-ന് അന്നത്തെ മാർപ്പാപ്പയായിരുന്ന വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പയാണ് കോഴിക്കോട് രൂപത വിഭജിച്ചുകൊണ്ട് കണ്ണൂർ രൂപത സ്ഥാപിക്കുന്നത്. രൂപതയുടെ പ്രഥമ മെത്രാനായി പാപ്പ ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കലിനെ നിയോഗിക്കുകയും ചെയ്തു. 15 വർഷം ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ രൂപതയെ നയിച്ചു. തുടർന്ന് 2014 ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കംതല ചുമതലയേറ്റു. 2023 നവംബർ 5-ന് രൂപത സ്ഥാപിതമായിട്ട് 25 വർഷങ്ങൾ പൂർത്തിയാകുമ്പോൾ രൂപത ഒന്നടങ്കം പ്രാർത്ഥനാ നിർഭരമായാണ് ആഘോഷങ്ങൾ ക്രമീകരിച്ചത്. രജത ജൂബിലി ആഘോഷത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് 100 ദിവസം നീണ്ടുനിന്ന ദിവ്യകാരുണ്യ കോൺഗ്രസും സംഘടിപ്പിച്ചിരുന്നു. 2023 ജൂലൈ 29-ന് പുണ്യശ്ലോഹനായ ഫാദർ പീറ്റർ കൈറോണിയുടെ ധന്യസ്മൃതികൾ ഉറങ്ങുന്ന താവം ഫാത്തിമ മാതാ ഇടവക ദൈവാലയത്തിലാണ് ദിവ്യകാരുണ്യ കോൺഗ്രസിന് തുടക്കം കുറിച്ചത്. ഭരണശ്ശേരി ഹോളി ട്രിനിറ്റി കത്തീഡ്രൽ അങ്കണത്തിലാണ് രജത ജൂബിലി ആഘോഷങ്ങളുടെയും ദിവ്യകാരുണ്യ കോൺഗ്രസിന്റെയും സമാപനം നടത്തപ്പെട്ടത്. ദിവ്യകാരുണ്യ ആരാധനയോടെ ആരംഭിച്ച സമാപന ആഘോഷങ്ങളിൽ തലശ്ശേരി അതിരൂപത അധ്യക്ഷൻ മാർ ജോസഫ് പാംപ്ലാനിയും അനുഗ്രഹീത വചനപ്രഘോഷകനും ഷെക്കന ടെലിവിഷൻ MD-യുമായ ബ്രദർ സന്തോഷ് കരുമത്രയും ദിവ്യകാരുണ്യ പ്രഭാഷണങ്ങൾ നടത്തി. ദിവ്യകാരുണ്യ ആരാധനയ്ക്ക് ഫാദർ സന്തോഷ് വില്യം, ഫാദർ രാജൻ ഫൗസ്തോ എന്നിവർ നേതൃത്വം നൽകി. പരിശുദ്ധ കുർബാന ബലിയർപ്പകന്റെ നീതിയാണെന്നും അത് അവർക്ക് നൽകുന്ന ഫലം സമാധാനമാണെന്നും മാർ ജോസഫ് പാംപ്ലാനി ഉദ്ബോധിപ്പിച്ചു. അതേസമയം പരിശുദ്ധ കുർബാന നീതിയുടെയും സമാധാനത്തിന്റെയും ശുശ്രൂഷയാണ് എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിലെ പുതിയ പഴയ നിയമങ്ങളിൽ നിന്ന് നാം പഠിച്ചെടുക്കുന്ന സത്യമാണെന്നും മാർ പാംപ്ലാനി ചൂണ്ടിക്കാട്ടി. പരിശുദ്ധ കുർബാന എന്ന് പറയുന്നത് വിശുദ്ധ ആഗസ്തീനോസ് പുണ്യവാളൻ പറഞ്ഞു, റോമൻ പടയാളികള് കാൽവരിയിലെ കുരിശിൽ തൂക്കിയ മിശിഹാതമ്പുരാന്റെ അതേ ശരീരം, അവിടുത്തെ പാർശ്വം പിളർന്നൊഴുകിയ അതേ തിരുരക്തം അപ്പവും വീഞ്ഞുമായി കാസായിലും പീലാസായിലും ആയിരിക്കുന്നതാണ് പരിശുദ്ധ കുർബാന. പരിശുദ്ധ കുർബാന എന്നത് നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവുമാണ് എന്നുള്ള ആ വലിയ സത്യം, പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസത്തിൻ്റെ മുഴുവനും അടിസ്ഥാനവും ആധാരവുമാണ്. ഒരുവൻ കത്തോലിക്കനാകുന്നത് എപ്പോഴെന്ന് ചോദിച്ചാൽ അവൻ പരിശുദ്ധ കുർബാനയെ നോക്കി അതെൻ്റെ കർത്താവും രക്ഷകനുമായ ഈശോ മിശിഹായാണ് എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് അധരം കൊണ്ട് ഏറ്റുപറയുമ്പോഴാണ് ഒരുവൻ കത്തോലിക്ക വിശ്വാസിയാകുന്നത്. പരിശുദ്ധ കുർബാനയിൽ വിശ്വാസമില്ലാത്തവൻ കത്തോലിക്ക വിശ്വാസിയേ അല്ല. കാരണം സഭയെ സഭയാക്കുന്നത് പരിശുദ്ധ കുർബാനയാണ് എന്ന് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞു. സഭയെ പടുത്തുയർത്തുന്നത് പരിശുദ്ധ കുർബാനയാണ്. സഭ സഭയാകുന്നത് പരിശുദ്ധ കുർബാനയിലൂടെയാണ്. പരിശുദ്ധ കുർബാന ഇല്ല എങ്കിൽ സഭയില്ല എന്നുള്ളതാണ് സത്യം. പരിശുദ്ധ കുർബാന മന്നായുടെ സംസ്കാരം എന്ന് പറഞ്ഞാൽ അതെന്താണ്? നമുക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവം തരും, ദൈവമാണ് എൻ്റെ സംതൃപ്തി എന്നുള്ള അവബോധത്തിൻ്റെ പേരാണ് ദിവ്യകാരുണ്യ ആധ്യാത്മികത എന്ന് പറയുന്നത്. പരിശുദ്ധ കുർബാനയുടെ വെണ്മേറിയ ആ ചെറിയ അപ്പത്തെ നമ്മുടെ മുഴുവൻ പ്രതിസന്ധിക്കും ഉത്തരമായി നമ്മുടെ നാവിലേക്ക് തന്നുകൊണ്ട് ദൈവം പറഞ്ഞു തരിക, മകനെ മകളെ, നിന്റെ പ്രതിസന്ധികൾ പരിഹരിക്കാൻ ഒരുപാട് ആവശ്യങ്ങള് വേണ്ട, ഞാനെന്ന ഒരൊറ്റ സത്യം മതി എന്നുള്ളത്. നമ്മുടെ ജീവിതത്തിന്റെ കേന്ദ്ര ബിന്ദുവാണ് വിശുദ്ധ കുർബാനയെന്ന് വിശുദ്ധ ഗ്രന്ഥം അടിസ്ഥാനമാക്കി ബ്രദർ സന്തോഷ് കരുമത്ര വ്യക്തമാക്കി. നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും കേന്ദ്ര ബിന്ദുവാണ് പരിശുദ്ധ കുർബാന. ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഏറ്റവും പരമോന്നതമായ ആരാധനയാണ് പരിശുദ്ധ കുർബാന. നമ്മൾ ഒന്നാമതായി കാണുന്നത് പരിശുദ്ധ കുർബാന നിത്യജീവന്റെ അനശ്വരമായ അപ്പമാണ്. നിത്യജീവന്റെ പ്രത്യാശ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നിത്യതയുടെ വെളിച്ചം ഇന്ന് അനേകം ഹൃദയങ്ങളിൽ നിന്ന് മറയ്ക്കപ്പെട്ടിരിക്കുകയാണ്.
ഭൗതികതയുടെ അതിപ്രസരം മൂലം ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇന്ന് അനേക മനുഷ്യർ നെട്ടോട്ടമോടുന്ന ഈ നാളുകളിൽ ദിവ്യകാരുണ്യമായ നമ്മുടെ കർത്താവ് പരിശുദ്ധ കുർബാനയായി നമ്മുടെ മധ്യ എഴുന്നള്ളിയിരിക്കുന്ന നമ്മുടെ ഈശോ എന്താ നമ്മോട് പറയുന്നത്? നശ്വരമായ അപ്പത്തിനു വേണ്ടി മാത്രം ഈ ലോകത്തിന്റെ ആഗ്രഹങ്ങളും ഈ ലോകത്തിന്റെ ആവശ്യങ്ങളും ഈ ലോകത്തിന്റെ നന്മകൾക്ക് വേണ്ടി മാത്രം അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ നൽകുന്ന നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി നിങ്ങൾ അധ്വാനിക്കുവിൻ. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ സ്വർഗത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ളൊരു യാത്രയിലാണ്. നമ്മളൊരു ഫെയ്ത്ത് ജേണിയിലാണ്. നമ്മൾ ഒരു വിശ്വാസ യാത്രയിലാണ്. സ്വർഗോന്മുഖമായി സ്വർഗത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള യാത്ര. ഈ യാത്രയിൽ നമ്മെ ലക്ഷ്യം തെറ്റാതെ കൃത്യമായി നമ്മെ ലക്ഷ്യത്തിൽ എത്തിക്കുവാൻ നമ്മെ സഹായിക്കുന്ന അനശ്വരമായ അപ്പമാണ് പരിശുദ്ധ കുർബാന. തുടർന്ന് നടന്ന പൊന്തിഫിക്കൽ ദിവ്യബലിയിൽ കണ്ണൂർ രൂപത പ്രഥമ മെത്രാനും നിലവിൽ കോഴിക്കോട് രൂപതയുടെയും KRCCയുടെയും അധ്യക്ഷനുമായ ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ മുഖ്യ കാർമ്മികനായി. വിശുദ്ധരെ സൃഷ്ടിക്കുന്ന ഇടമായി കണ്ണൂർ രൂപത മാറിയെന്ന് വചന സന്ദേശത്തിൽ ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ വ്യക്തമാക്കി. ദേവദാസി സിസ്റ്റർ സെലിൻ, ദേവദാസി മദർ പേത്ര, ദേവദാസൻ സുക്കോളച്ചൻ എന്നിവർക്ക് ശേഷം വിശുദ്ധരാകാനുള്ള മിഷണറി വര്യന്മാർ ഏറെയുള്ള രൂപതയാണ് കണ്ണൂർ. മറ്റൊരു രൂപതയ്ക്കുമില്ലാത്ത സവിശേഷതയാണിതെന്നും മുൻകാല മിഷണറിമാരുടെ ത്യാഗപൂർവമായ സേവനത്തിന്റെ ഫലമാണ് ഈ ഭാഗ്യം കണ്ണൂർ രൂപതയ്ക്ക് ലഭിച്ചതെന്നും ബിഷപ്പ് ഡോക്ടർ ചക്കാലക്കൽ പറഞ്ഞു. 25 വർഷം മുമ്പ് ജില്ല പ്രശ്നകലുഷിതമായ സാഹചര്യം നേരിടുന്ന വേളയിൽ പിറന്ന കണ്ണൂർ രൂപത സമാധാനത്തിന്റെ സന്ദേശം നൽകിക്കൊണ്ടാണ് പ്രവർത്തനം ആരംഭിച്ചതെന്നും രൂപതയുടെ പ്രഥമ മെത്രാൻ കൂടിയായ ബിഷപ്പ് ഡോക്ടർ ചക്കാലക്കൽ പറഞ്ഞു. ഒരു രൂപത എന്ന് പറയുന്നത് ദിവ്യകാരുണ്യ കേന്ദ്രീകൃതമാണ്. അത് എത്രമാത്രം ആഴത്തിൽ ദിവ്യകാരുണ്യ കേന്ദ്രീകൃതമാണെന്ന് നിങ്ങളെ ഓരോരുത്തരും വിളിച്ചറിയിക്കുന്നതിന് വേണ്ടി ദൈവം കാണിച്ചൊരു മാർഗമാണ് ഈ ദിവ്യകാരുണ്യ കോൺഗ്രസിൽ ഈ ജൂബിലി ആഘോഷിക്കുവാൻ ഇവരെ പ്രേരിപ്പിച്ചതെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, രൂപത എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പ്രാർത്ഥനയുടെ സമൂഹമാണത്, കൂട്ടായ്മയുടെ സമൂഹമാണ്, സ്നേഹത്തിന്റെ സമൂഹമാണ്, വിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ ഒരു സമൂഹമാണ്. ഈ 25 വർഷങ്ങളിലേക്ക് തിരിച്ചു നോക്കുമ്പോൾ എന്നെയും അലക്സ് വടക്കുംതല പിതാവിനെയും മറ്റു വൈദികരെയും എല്ലാം നയിച്ചുകൊണ്ടിരുന്നത് ഈ വിശുദ്ധ കുർബാനയാണെന്ന് ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പസ്തോലിക അല്ലെങ്കിൽ ശ്ലൈകികവുമായ ഈ വിശുദ്ധ കുർബാനയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. രൂപതയുണ്ടായി 2000 ആണ്ടിൽ ഈ കണ്ണൂര് വളരെയധികം പ്രശ്നങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഒരാഴ്ചയിൽ തന്നെ ഏതാണ്ട് 8-9 പേര് വധിക്കപ്പെട്ട കറുത്ത ദിനങ്ങളായിരുന്നു അത്. ഇവിടെ ഇരിക്കുന്ന സീനിയേഴ്സ് എല്ലാം അത് ഓർക്കുന്നുണ്ടായിരിക്കും. അങ്ങനെയുള്ളൊരു അവസരത്തിലാണ് നമ്മുടെ സെമിത്തേരിയിലെ കല്ലറകളിൽ എടുത്തു വച്ചിരിക്കുന്ന കുരിശുകൾ തല്ലി തകർത്തുകൊണ്ട് ആരോ പോയത്. ഒരു കുരിശ് മാത്രം അവിടെ അവശേഷിച്ചു. അത് നമ്മുടെ ധന്യയായ സിസ്റ്റർ സെലിന്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്ന സ്ഥലമായിരുന്നു. പിന്നെ ഈ കുരിശ് തകർത്തു കഴിഞ്ഞപ്പോൾ ആളുകളുടെ ബഹളമായിരുന്നു. രാഷ്ട്രീയക്കാര്, സാംസ്കാരിക നായകന്മാര്, അങ്ങനെ രൂപതയിലെ അംഗങ്ങളെല്ലാം എൻ്റെ അടുക്കൽ വന്ന് ഇതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കണമെന്ന് പറയുകയുണ്ടായി. ഞാൻ വിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം
പത്രസമ്മേളനം നടത്തി. ആ പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞു, കുരിശിൽ കിടന്നവൻ ക്ഷമിച്ചവനാണ്. അതുകൊണ്ട് ആ കുരിശ് തകർത്തവരോട് ഞാൻ ക്ഷമിക്കുന്നുവെന്ന്, ഞങ്ങളുടെ രൂപത ക്ഷമിക്കുന്നുവെന്ന്, വൈദികരും സന്യസ്തരും ആത്മായരും എല്ലാം ക്ഷമിക്കുന്നുവെന്ന് പ്രഖ്യാപിച്ചു. കുരിശിൽ മരിച്ചവൻ ക്ഷമിച്ചവനാണ്. അതുകൊണ്ട് ഞങ്ങളും കുരിശ് തകർത്തവരോട് പകപോക്കുന്നില്ല, അവരോട് ക്ഷമിക്കുന്നു എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, പിറ്റേ ദിവസം എല്ലാ പത്രങ്ങളിലും തലക്കെട്ട് വന്നത് എൻ്റെ ഈ പ്രസ്താവനയായിരുന്നു. മാത്രമല്ല, ഇവിടുത്തെ കളക്ടർ എന്നെ വിളിച്ച് പറഞ്ഞു, എൻ്റെ തിരുവേനി, നിങ്ങളും കൂടി ഈ കണ്ണൂരിലെ തെരുവീതിയിലേക്ക് ഇറങ്ങിയെങ്കിൽ ഈ കണ്ണൂർ എന്താകുമായിരുന്നു? നിങ്ങളെടുത്ത തീരുമാനം തീർച്ചയായിട്ടും ഈശ്വരൻ നൽകിയ തീരുമാനമാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അന്ന് കഴിഞ്ഞ പിന്നെ പലരും എന്നോട് പറഞ്ഞത്, ഒരുപക്ഷെ റോഡിലിറങ്ങി പ്രതികരിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഒരു ക്രിസ്ത്യാനിയുടെ സന്ദേശം നൽകിയ ഏറ്റവും വലിയ പ്രസ്താവനയായിരുന്നു പിതാവ് അന്ന് നൽകിയതെന്ന് ഞാനിന്നും വിശ്വസിക്കുന്നു. വിശുദ്ധ കുർബാന അർപ്പിച്ച് ആ വിശുദ്ധ കുർബാനയിൽ നിന്ന് കിട്ടിയ ചൈതന്യം കൊണ്ട്, പ്രചോദനം കൊണ്ട്, ദൈവത്തിന്റെ ആത്മാവാൽ നയിക്കപ്പെട്ട് ഞാൻ നടത്തിയ പ്രസ്താവനയായിരുന്നു അത്. 5 നൂറ്റാണ്ടിലേറെ കാലമായി ക്രൈസ്തവ സാന്നിധ്യമുള്ള ചരിത്രമാണ് കണ്ണൂരിന്റേതെന്ന് കണ്ണൂർ രൂപത അധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുംതല ചൂണ്ടിക്കാണിച്ചു. തുടർന്ന് കണ്ണൂർ രൂപതയുമായി ബന്ധപ്പെട്ട് ചരിത്രത്തിലെ മിഷണറി സാന്നിധ്യത്തെക്കുറിച്ച് ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുംതല വിവരിച്ചു. നമ്മുടെ രൂപതയിലെ ധന്യരും ദൈവദാസരുമായ വിശുദ്ധ സിസ്റ്റർ സെലിൻ്റെയും മദർ പേത്രയുടെയും സുക്കോളച്ചൻ്റെയും സ്മൃതി മന്ദിരങ്ങളിൽ നിന്ന് കത്തിച്ചെടുത്ത ദീപനാളങ്ങൾ തെളിച്ചുകൊണ്ടായിരുന്നു ഈ 100 ദിവസത്തെ ദിവ്യകാരുണ്യ അസംബ്ലിക്ക് തുടക്കം കുറിച്ചത്. അതോടൊപ്പം തന്നെ പുണ്യശ്ലോകരായ മിഷണറിമാർ ഫാദർ ജോസഫ് ടഫ്രേൽ, ഫാദർ ജെയിംസ് മൊന്തനാരി, ഫാദർ അലോഷ്യസ് ഡെൽ സോത്തോ, ഫാദർ മൈക്കിൾ വെൻട്രമൻ എന്നിങ്ങനെയുള്ളവരുടെ കബറിടങ്ങളിൽ നിന്നും ആരംഭിച്ച ഛായാചിത്ര പ്രയാണവും അന്ന് ജൂലൈ 29-ാം തീയതി പ്രത്യേകമായി നാം അവരുടെ സ്മരണ നിലനിർത്തിക്കൊണ്ടാണ് ഇതിന് തുടക്കം കുറിച്ചത്. കഴിഞ്ഞ 25 വർഷങ്ങളുടേത് മാത്രമല്ല, 5 നൂറ്റാണ്ടിനപ്പുറമുള്ള വിശ്വാസ പൈതൃകത്തിൻ്റെ ധന്യസ്മരണകളും ഈ നിമിഷത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിലുണ്ട്. വടക്കേ മലബാറിലെ ആദ്യത്തെ മിഷണറി രക്തസാക്ഷി ഫാദർ പെദ്രോ കോവിൽഖാം 1498 മെയ് മാസം 20-ാം തീയതി വന്നെത്തിയ പോർച്ചുഗീസ് നാവികൻ വാസ്കോ ഡി ഗാമയുടെ നേതൃത്വത്തിലുള്ള ആ സംഘത്തിലെ വൈദികൻ, ക്രിസ്തുവിനായി സ്വന്തം രക്തം ഈ മണ്ണിൽ ഒഴുക്കിയ ധീരരക്തസാക്ഷി. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ കബറിടം എവിടെയാണെന്ന് പോലും നമുക്കിപ്പോഴും അറിയില്ല. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ രക്തസാക്ഷിത്വ മകുടം മുതൽ സഭയുടെ വളർച്ചയ്ക്ക് അനുഗ്രഹമായി മാറിയിരിക്കുകയാണ്. 1500-ലും 1501-ലും ഒക്കെ പോർച്ചുഗീസ് വർത്തക സംഘങ്ങളോടൊപ്പം കച്ചവടത്തിനായി വന്നെത്തിയവരോടൊപ്പം മിഷണറി വൈദികരും ഇവിടെ വിശ്വാസ പ്രചരണത്തിനു വേണ്ടി എത്തിയിരുന്നു. 1502-ൽ വാസ്കോ ഡി ഗാമ രണ്ടാമത് വന്നെത്തിയത് കണ്ണൂരാണ്. ഈ ചരിത്രത്തിൻ്റെ വിശദമായ ലേഖനം ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോർ ക്ലാരൻസ് കപ്പാലിയത്ത് ഈ പ്രാവശ്യത്തെ കണ്ണും കണ്ണാടിയിൽ വിശദമായിട്ട് നൽകിയിട്ടുണ്ട്. അങ്ങനെ 5 നൂറ്റാണ്ടുകൾക്കപ്പുറമുള്ള ധന്യ ചരിത്ര വിശ്വാസ പൈതൃകത്തിൽ
വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറും വിശുദ്ധ ജോസഫ് വാസും വിശുദ്ധ മദർ തെരേസയും ഒക്കെ ഉൾപ്പെടെയുള്ള നിരവധി വിശുദ്ധരുടെ സാന്നിധ്യം, സന്ദർശനം ഈ മണ്ണിന് അനുഗ്രഹമായിട്ടുണ്ട്. ആർച്ച് ബിഷപ്പ് എമിരറ്റസുമാരായ മാർ ജോർജ് വലിയമറ്റം, ആർച്ച് ബിഷപ്പ് എമിരറ്റസ് മാർ ജോർജ് ഞാറളക്കാട്ട്, ബത്തേരി ബിഷപ്പ് ജോസഫ് മാർ തോമസ്, കോട്ടയം അതിരൂപത സഹായമെത്രാൻ മാർ ജോസഫ് പണ്ടാരശ്ശേരിയിൽ, മാനന്തവാടി സഹായമെത്രാൻ മാർ അലക്സ് താരാമംഗലം, മോൺസിഞ്ഞൂർ ക്ലാൻസ് പാലിയത്ത്, മോൺസിഞ്ഞൂർ ജെൻസൺ, താമരശ്ശേരി രൂപത മോൺസിഞ്ഞൂർ എബ്രഹാം, രൂപത വൈദികർ തുടങ്ങിയവർ പൊന്തിഫിക്കൽ ദിവ്യബലിയിൽ സഹകാർമ്മികത്വം വഹിച്ചു. പുതിയ വൈദിക മന്ദിരത്തിന്റെ അടിസ്ഥാന ശിലയുടെ വെഞ്ചരിപ്പ് കർമ്മം ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ നിർവഹിച്ചു. ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടിയ രൂപതയിലെ അംഗങ്ങളെ സമാപന ആഘോഷവേളയിൽ അനുമോദിച്ചു. രൂപതയുടെ സ്കോളർഷിപ്പ് വിതരണവും മണിപ്പൂർ കലാപത്തെ തുടർന്ന് പിലാത്ര സെന്റ് ജോസഫ് കോളേജിൽ പഠന സൗകര്യമൊരുക്കി പുനരധിവസിപ്പിക്കപ്പെട്ട വിദ്യാർത്ഥികൾക്കുള്ള സഹായവും വിതരണം ചെയ്തു. രൂപതയിലെ നിർധനരായവർക്കു വേണ്ടി നിർമ്മിച്ച ഭവനങ്ങളുടെ താക്കോൽദാനം ആർച്ച് ബിഷപ്പ് എമിരറ്റസ് മാർ ജോർജ് ഞാറളക്കാട്ടും, ജൂബിലി സ്മരണികയുടെ പ്രകാശനം ആർച്ച് ബിഷപ്പ് എമിരറ്റസ് മാർ ജോർജ് വലിയമറ്റവും നിർവഹിച്ചു. ദിവ്യബലിക്ക് ശേഷം ദിവ്യകാരുണ്യ പ്രദക്ഷിണത്തോടെയാണ് രജത ജൂബിലി ആഘോഷവും ദിവ്യകാരുണ്യ കോൺഗ്രസും സമാപിച്ചത്. ഷെക്കിന ന്യൂസ്, കണ്ണൂർ.